നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോൽക്കുമെന്നും അതുപോലെ തന്നെ മകനോട്, അതായത് തുഷാർ വെള്ളാപ്പള്ളിയോട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞതാണെന്നും, എന്നാൽ ഒരു മുന്നണി മര്യാദ അനുസരിച്ചും മുന്നണിയുടെ നിർദ്ദേശം അനുസരിച്ചും മത്സരിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മത്സരിച്ചതാണെന്നും ഒക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം വെറുതെ അങ്ങ് പറയുകയാണ് സുരേഷ് ഗോപി അവിടെ തോൽക്കും. പൊതുവിൽ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി എന്ത് വിലയിരുത്തുന്നതും എന്ത് സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സമുദായത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം എന്ത് സംസാരിച്ചാലും പച്ചക്ക് തന്നെ പറയാറുണ്ട്, ഈഴവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതെന്ന്. എപ്പോഴും ഈഴവ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഒരു ഈഴവ കമ്മ്യൂണിറ്റിക്കാരനല്ലാത്തത് കൊണ്ടുള്ള ഒരു അദ്ദേഹം ജയിക്കരുത് എന്ന മനസ്സിലെ ആഗ്രഹം കൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതാണോ എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. എന്തായാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, വെള്ളാപ്പള്ളി ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിക്കും. അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിശ്ചയമായ കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിക്കില്ല എന്നൊക്കെ തോന്നിയവർക്ക് പോലും, അങ്ങനെ വിലയിരുത്തി വച്ചിരുന്നവർ പോലും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സുരേഷ് ഗോപി തോൽക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ ജയിച്ചു കഴിഞ്ഞു എന്നിപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും ഇപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, സുരേഷ് ഗോപി ജയിക്കും, കാരണം വെള്ളാപ്പള്ളി തോൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സുഖമായിട്ട് ജയിച്ചിരിക്കുമെന്നാണ്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന നമ്മൾ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് NDA സ്ഥാനാർത്ഥികൾ ഇത്തവണ വോട്ടുകൾ കൂട്ടും. സുരേഷ് ഗോപി തോൽക്കും, പക്ഷെ NDA സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ഇപ്പോൾ വോട്ടുകൾ കൂട്ടും. എങ്ങനെ, എന്തടിസ്ഥാനത്തിൽ? അദ്ദേഹം അതും കൂടെ പറയണ്ടേ, എങ്ങനെ കൂട്ടും? എന്നിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും. ഇപ്പൊ കേരളത്തിലെ NDA സ്ഥാനാർത്ഥികളെല്ലാം നല്ല വോട്ടുകൾ നേടുമെന്നും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് നേടുമെന്നും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ എന്തിൻ്റെ കണക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചില കണക്കുകൾ നമുക്ക് വ്യക്തമാണല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില കണക്കുകൾ ഉള്ളിലുണ്ടായിരിക്കുമല്ലോ. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ധീവര സഭ മുഴുവനും പൂർണ്ണമായും BJPക്ക് വോട്ട് ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കേരളത്തിലെ ഈഴവർ മുഴുവൻ അല്ലെങ്കിൽ ഈഴവ വോട്ടുകൾ മുഴുവനും CPMൻ്റെതാണ്. കാരണം മേജർ വോട്ടുകളെല്ലാം CPMന് ഇപ്പോഴും കേരളത്തിൽ CPMനെ നിലനിർത്തുന്നത് തീയ ഈഴവ വോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിലെയും മധ്യ തിരുവിതാംകൂറിലെ ഈഴവരെല്ലാം വടക്കൻ കേരളത്തിൽ തീയരെല്ലാം CPMന് വോട്ട് ചെയ്യും, തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലുമുള്ള ഈഴവരെല്ലാം CPM വോട്ട് ചെയ്തോളും എന്നാണ് CPMന്റെ ഒരു തെറ്റിദ്ധാരണ. അതനുസരിച്ചിട്ടാണ് CPM ഈ കണക്കുകളും ഒക്കെ പ്ലാൻ ചെയ്യുന്നതും അവരുടെ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ പ്ലാൻ ചെയ്യുന്നതും അങ്ങനെയാണ്. പക്ഷേ തെറ്റിപ്പോയി. കഴിഞ്ഞ 2024 ശേഷം കേരളത്തിന്റെ സ്ഥിതിയെല്ലാം മാറിയെന്നത് എന്തോ CPM മനസ്സിലാക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയും കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്, അദ്ദേഹം ശോഭയ്ക്ക് കൂടുതൽ വോട്ട് ആലപ്പുഴയിൽ കിട്ടും, കേരളത്തിൽ കൂടുതൽ NDA വോട്ടുകൾ നേടുമെന്ന് പറയുമ്പോൾ CPMന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല ഒരു ശതമാനം, അത് മേജറാണോ മൈനറാണോ എത്ര ശതമാനമാണെന്നും പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും നല്ല ഒരു ശതമാനം CPMന്റെ ആ വോട്ട് ബാങ്കിൽ നിന്നും BJPയിലേക്ക് ഇത്തവണയും ഒഴുകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ഒഴുകിയിട്ടുണ്ട്. ആ ഒഴുക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും അധികമാണ്, കൂടുതലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ അത്തരത്തിലുള്ള ഒരു ഒഴുക്ക്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങലിൽ എന്തുകൊണ്ട് ഈ ശോഭാ സുരേന്ദ്രന് വോട്ട് പിടിക്കാൻ കഴിഞ്ഞു, സമ്പത്ത് എന്തുകൊണ്ട് തോറ്റു, പത്തനംതിട്ടയിൽ കഴിഞ്ഞ ആറ്റോ ആന്റണിക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിയാതെ പോയതും കഷ്ടിച്ച് ജയിക്കേണ്ടി വന്നതും. പിന്നെ അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ, നമ്മൾ ഓരോ മണ്ഡലം എടുത്തു പറയുന്നില്ല, എന്നാൽ അങ്ങനെയുള്ള ഒരുപാട് മണ്ഡലം ആലപ്പുഴയിലും കഴിഞ്ഞതിന് സംഭവിച്ചതും ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക, വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്, അത് വച്ചിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ
കേരളത്തിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇത്രമാത്രം ഈഴവ വോട്ടുകൾ, ഞാൻ അതിന് കാരണം CPM-ന്റെ മെജോറിറ്റി വോട്ടുകളും ഈഴവ വോട്ടാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള വോട്ടുകൾ കൃത്യമായിട്ടും ഒഴുകിപ്പോയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈഴവ വോട്ടുകൾ, CPM-ന് ലഭിക്കേണ്ട ഈഴവ വോട്ടുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കേണ്ട ഈഴവ വോട്ടുകൾ ഭൂരിഭാഗവും അങ്ങോട്ടേക്ക് ഒഴുകുന്നതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ, സിറിയൻ കാത്തലിക്സ് ആയിരുന്നാലും അല്ല കാത്തലിക്സ് ഏവരും ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായിട്ടും കൂടുതൽ ഒഴുകിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഈ പള്ളിയിലെ ഈ പുരോഹിതന്മാർ പറയുന്നതല്ല പ്രധാനം. CPM-ഉം അല്ലെങ്കിൽ അവിടുത്തെ മറ്റു നേതാക്കളും പുരോഹിതന്മാരെ കൊണ്ട് പറയിപ്പിച്ചല്ലോ, അതുകൊണ്ട് ഇനി പേടിക്കേണ്ട, വർഗീയ പാർട്ടിയും ഭരണഘടന സംരക്ഷിക്കുന്നവരെയും മാത്രം മതി, അവരെ വോട്ട് ചെയ്താൽ എന്നൊക്കെ ഞങ്ങൾ പുരോഹിതന്മാരെ കൊണ്ട് പറയിച്ചല്ലോ എന്നതാണ് ഇപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളുടെ ഒരു ആശ്വാസം. പക്ഷേ ആ ആശ്വാസം വെറും ആശ്വാസമാണ്. അതിന് അണികൾ, ക്രിസ്ത്യൻ അണികൾ മുഴുവനും കൂടുതൽ പിന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സുരേഷ് ഗോപി ജയിക്കേണ്ടത് അവർക്ക് ആവശ്യമാണ്. തൃശ്ശൂരിലെ പിന്നെ ക്രിസ്ത്യൻ സമുദായങ്ങൾ കൂടുതലും നല്ല ബിസിനസ്സുകാരാണ്, നല്ല കച്ചവടക്കാരാണ്. അവർക്ക് അവരുടെ കച്ചവടവും അവരുടെ ബിസിനസ്സുമാണ് ഏറ്റവും പ്രധാനം. അവർക്ക് പക്കയായ രാഷ്ട്രീയം പണ്ടുമില്ല, ഇപ്പോഴുമില്ല, ഇപ്പോൾ ഒട്ടുമില്ല. കുറേ കാലമായിട്ട് കഴിഞ്ഞ 2014 മുതൽ അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിടെ ഒരു മന്ത്രി ജയിക്കണോ, ഒരു ക്യാബിനറ്റ് മന്ത്രി വരണോ, അതോ പാർലമെന്റിൽ പോയിട്ട് തിരിച്ച് ബോയ്ക്കോട്ട് ചെയ്ത് തിരിച്ചിറങ്ങി വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബഹിഷ്കരിച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഒരു MP വേണോ, ഒന്നും പറയാൻ ചുണയില്ലാത്ത MP വേണോ എന്ന് ആലോചിക്കുക. അതല്ല, നല്ല ചുണയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു മന്ത്രിയെ, ക്യാബിനറ്റ് മന്ത്രിയെ വേണോ എന്ന് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ ചിന്തിച്ചു കഴിഞ്ഞു. അവർ പ്രധാനമായിട്ടും ബിസിനസ്സുകാരാണ്, അവരുടെ കച്ചവടമാണ് ഏറ്റവും പ്രധാനം. അവരങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോൾ വെള്ളാപ്പള്ളിക്ക് അറിയാം പിന്നെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് തന്നെ. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അത് പച്ചക്ക് തന്നെ ഞാൻ പറയുന്നു, അതൊരു നായർ സ്ഥാനാർത്ഥിയായില്ലേ, അങ്ങനെയെങ്കിൽ അവൻ ജയിക്കണ്ട എന്നുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ, അതായിരിക്കും പറയുന്നത്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ നാളെ തിരഞ്ഞെടുപ്പ് ഇനി ഫലം വരാൻ ഇനിയും ഒരു മാസത്തിലധികമുണ്ട്. അത് തന്നെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ജയിക്കുമെന്നെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ തോറ്റു എന്ന് പറയുന്നതാണ് നല്ല. കാരണം പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഈ ഒരു മാസം കൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കാനുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്ത്രപൂർവ്വം വെള്ളാപ്പള്ളി ജയിക്കുമെന്ന് ഉള്ളിൽ പറയുകയും തോൽക്കുമെന്ന് പുറത്തു പറയുകയും ചെയ്തതായിരിക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എന്നും വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ രാഷ്ട്രീയ വോട്ടുകൾക്ക് പഴയതുപോലെ എല്ലാ വോട്ടുകളുടെ പാറ്റേൺ പോയിരിക്കുന്നത്. 2014 വോട്ടിംഗ് പാറ്റേൺ വളരെ കൃത്യമാണ്. ഒരു ചരിത്രമായിരിക്കും അത്. നമുക്ക് ഫലം വരുമ്പോൾ വ്യക്തമാവുകയും ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.